ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, 2-3 വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒന്ന് കാണിക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുതാരും. ഇന്ന് ഇസ്ലാം മതത്തിൻ്റെ ശാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ നിൽക്കുന്ന ചില മരപ്പട്ടി വാണങ്ങളുണ്ടല്ലോ. നമ്മുടെ ജാമി, പിന്നെ ഹാർപ്പിക്ക്, അതുപോലെ തന്നെ നുസ്രത്ത്, പിന്നെ അങ്ങനെ കുറേ വാണങ്ങളുണ്ട്. മുസ്ലിം പേരായിരിക്കും, പക്ഷേ ഇവരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ പാളയത്തിലാണ്. അപ്പോൾ ഇവർക്കൊക്കെ അടിക്കാനായിട്ടുള്ളൊരു ടൂള് ഇട്ടുകൊടുക്കുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്വയം പണ്ഡിതനാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വയം ഞാൻ തങ്ങൾ പരമ്പരയിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന ചില മരവാണങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ചില വൃത്തികെട്ട ഓളികൾ. ഇവന്മാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങളെല്ലാവരും കാണാം, എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, അല്ല അവരുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുത്തൻ നമ്മുടെ കൊടകാട് എന്ന് പറയുന്ന എന്താണ് നൂറെ ഹബീബി എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത തങ്ങൾ. സത്യത്തിൽ ഇയാൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഇവിടുത്തെ മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരോ ആരും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലെന്നുള്ള. ഇവൻ്റെ അടുത്ത് വരുന്ന ആളുകളെയൊക്കെ നിങ്ങളൊന്ന് കാണണം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. പിന്നെ ഇവൻ PR വർക്ക് നടത്തുന്നുണ്ട്. കാരണം ഇവൻ്റെ അടുത്തേക്ക് ഇത്ര ആളുകളെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു ശതമാനം ഈ പറയപ്പെടുന്ന ഏജന്റുമാർക്ക് കൊടുക്കും. എന്തായാലേ, നല്ല രസമാണ്. എന്നിട്ട് കാണിക്കുന്ന എന്തുവാണ്? ജീവകാരുണ്യ പ്രവർത്തനം, മറ്റേത് തേങ്ങാക്കൊല. ഇതുപോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള നല്ല മതപണ്ഡിതന്മാരെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ചില പിഴച്ച സന്തതികളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. എനിക്കെപ്പോഴും ഈ മുസ്ലിം മതപണ്ഡിതന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊന്നില്ലെങ്കിൽ പള്ളിയിൽ ഒതുങ്ങിക്കൂടും, അതല്ലാന്നുണ്ടെങ്കിൽ മദ്രസയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സംഭവമാണ് കാണുന്നത്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ്. സമുദായത്തിലുള്ള നേതാക്കന്മാർ തെണ്ടിത്തരം കാണിച്ചാലും അത് പറയാനായിട്ടുള്ള ആർജവം കാണിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം സ്വന്തം സമുദായത്തിൽ നടക്കുന്ന തെറ്റുകളും പ്രവർത്തികളും ചൂണ്ടിക്കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള വിഷയത്തിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു വോയിസ് ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് ഈ പൊട്ടന്മാരും ഈ സമൂഹ വിരുദ്ധന്മാരും കാണിക്കുന്ന തെണ്ടിത്തരങ്ങളെ തുറന്ന് കാണിക്കുക എന്നുള്ളത് അത് ഒരു മുസൽമാന്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടോളുക. 2-3 ഐറ്റങ്ങളുണ്ട്. കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനൊരു കമന്റ് എടുക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് കണ്ടുപോകാം. എന്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവരെ എന്റെ കൈയൊന്നിച്ചാനേ, ഇതിലുള്ളവർ കൈയൊന്നിച്ചാനേ. എന്റെ ആറെന്റെ താത്തന്റെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ചെയ്യേണ്ടത് കാന്താരി മുളക് നന്നായിട്ട് അരച്ച് കണ്ണിലോട്ട് തീർക്കുക. ഈ പറയപ്പെട്ട മഹത്തുക്കളെയൊക്കെ കാണാൻ പറ്റും. എന്തൊരു വിരോധാഭാസമാണ്. നമ്മുടെ നാട്ടിൽ എത്ര സയ്യിദന്മാരുണ്ട്, എത്ര സ്വാത്വികരായ ആലിമീങ്ങളുണ്ട്. അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്ന, പ്രാർത്ഥനാ നിർഭരമായി കഴിയുന്ന എത്ര നല്ല സ്വാത്വികരായ ഉലമാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആരുടെ മുഖത്ത് നോക്കിയാൽ, കണ്ണിൽ നോക്കിയാലും മൂക്കിൽ നോക്കിയാലൊന്നും ഈ പറയപ്പെട്ട ശുഹദാക്കളൊന്നും കാണാനില്ല. അവർ ശുഹദാക്കളുടെ മഹത്വവും അവരുടെ ജീവിത പാതയും നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷേ ഇങ്ങനെ ചില ആളുകളുണ്ട്, ജനങ്ങളെ ആത്മീയമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന മനുഷ്യർ. അവിടെ കണ്ണിലും മൂക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റംലാ താത്തായി ആമിന താത്തയൊക്കെ ശുഹദാക്കളെ കാണുക. ഞാൻ ആലോചിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച, അള്ളാഹുവിൻ്റെ മരണപ്പെട്ട മഹത്തുക്കൾ ഇവരുടെയൊക്കെ കണ്ണിലും മൂക്കിലുമൊക്കെ ആണല്ലോ വന്ന് ചേരുന്നതെന്ന്. എന്തൊരു ഗതികേടാണ്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ അനാദരിച്ചു കഴിഞ്ഞാൽ സയ്യിദാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഘോരം സംസാരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം തൊഴിൽ വ്യവസായ മേഖലകളൊക്കെ വളരെ തീർന്നിട്ടില്ല. അടുത്ത വലിയ ഇതിലും മുന്തിയ ഒരു ഐറ്റം വേറെ ഉണ്ട്, കണ്ടോളൂ. എന്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവരെ എന്റെ കൈയൊന്നിച്ചാനേ, ഇതിലുള്ളവർ കൈയൊന്നിച്ചാനേ. എന്റെ ആറെന്റെ താത്തന്റെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ചെയ്യേണ്ടത് കാന്താരി മുളക് നന്നായിട്ട് അരച്ച് കണ്ണിലോട്ട് തീർക്കുക. ഈ പറയപ്പെട്ട മഹത്തുക്കളെയൊക്കെ കാണാൻ പറ്റും. എന്തൊരു വിരോധാഭാസമാണ്. നമ്മുടെ നാട്ടിൽ എത്ര സയ്യിദന്മാരുണ്ട്, എത്ര സ്വാത്വികരായ ആലിമീങ്ങളുണ്ട്. അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്ന, പ്രാർത്ഥനാ നിർഭരമായി കഴിയുന്ന എത്ര നല്ല സ്വാത്വികരായ ഉലമാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആരുടെ മുഖത്ത് നോക്കിയാൽ, കണ്ണിൽ നോക്കിയാലും മൂക്കിൽ നോക്കിയാലൊന്നും ഈ പറയപ്പെട്ട ശുഹദാക്കളൊന്നും കാണാനില്ല. അവർ ശുഹദാക്കളുടെ മഹത്വവും അവരുടെ ജീവിത പാതയും നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷേ ഇങ്ങനെ ചില ആളുകളുണ്ട്, ജനങ്ങളെ ആത്മീയമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന മനുഷ്യർ. അവിടെ കണ്ണിലും മൂക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റംലാ താത്തായി ആമിന താത്തയൊക്കെ ശുഹദാക്കളെ കാണുക. ഞാൻ ആലോചിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച, അള്ളാഹുവിൻ്റെ മരണപ്പെട്ട മഹത്തുക്കൾ ഇവരുടെയൊക്കെ കണ്ണിലും മൂക്കിലുമൊക്കെ ആണല്ലോ വന്ന് ചേരുന്നതെന്ന്. എന്തൊരു ഗതികേടാണ്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ അനാദരിച്ചു കഴിഞ്ഞാൽ സയ്യിദാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഘോരം സംസാരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം തൊഴിൽ
വ്യവസായ മേഖലകളൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഈമാൻ രക്ഷപ്പെടുമെന്ന് പറയാനുള്ളൂ. പടച്ചോളത്ത് വല്ല പണിക്ക് പോയില്ല പൊന്നാരം മുത്തേ. ആദി മലവാര പരമ്പരാ ദർശന കീ ജയ്, ആദി മലവാര പരമ്പരാ ദർശന കീ ജയ്, കുലധർമ്മ കീ ജയ്, കുലധർമ്മ കീ ജയ്, കുലധർമ്മ കീ ജയ്. എന്റെ പൊന്നെ, എന്തൊരവസ്ഥയാണല്ലേ. ഇനി നമ്മുടെ ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി വരുന്ന ഒരു സാമ്യം കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. എല്ലാവരും ഉണരൂ, വേഗം ഉണരൂ, ഉണരൂ, ഉണരൂ. അമ്മേ, എന്തായി കാര്യങ്ങളൊക്കെ? വിടൻ പണി വിടം പോരായല്ലേ? ഓ സന്തോഷം. എടാ എൻ്റെ കൊച്ചെന്തേ പോയാ? കേറുന്നില്ല, പോട്ടെ, കേറുന്നില്ല ആണല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സന്തോഷമായി. നിങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടും നന്നായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഒരു പാല് കാച്ചിലും പരിപാടിയൊക്കെ നടന്നു. ആ ഇവിടെ മുറിയല്ലേ ഉള്ളിലൊക്കെ? പൈസ ഇവിടെ നിന്ന് എടുത്തേ? എനിക്കും പഠിക്കണം അവിടെ, ബാത്റൂമും മുറിയും വേണം. അങ്ങനെ രണ്ടുപേരും കൂടി ഇന്നലെ ഇവിടെ വഴക്കിടുന്നു കേട്ടു. അപ്പൊ അവിടെ കൂടെ മുറി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ബാക്കി ഗുണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം നടക്കും, എല്ലാം സന്തോഷം നടക്കും. നമുക്കൊരു ചെറിയ പാല് കാച്ചൊക്കെ വെക്കാം. ആ ഇനി അമ്മ ഇവിടെ നല്ല മുറി കിടക്കൂലേ, സന്തോഷമായിട്ട് കിടക്കൂലേ, എല്ലാം സന്തോഷത്തിലാവും. ഇവിടം വരെ ആക്കാമെങ്കിൽ എനിക്ക് പോകാൻ വരാതെ ഇടവേണ്ട. പിന്നെ അമ്മ കുഞ്ഞുങ്ങളും അങ്ങ് നിന്നോണ്ടാണ് വലിയ ദിവസം സ്കൂളിൽ കൊണ്ടുപോകുന്നത് അല്ലേ? എന്തെങ്കിലും സന്തോഷം. ഒരു പരീക്ഷ കഴിഞ്ഞ് ഞാനിപ്പോഴെ സ്വന്തമായി. നമ്മൾ ആദ്യം കണ്ട വീഡിയോയും അവസാനം കണ്ട വീഡിയോയും, ആദ്യം കാണുന്നതിനകത്തും വെള്ളക്കുപ്പായൊക്കെ ധരിച്ച് ഊമ്പിച്ച് ജീവിക്കുന്ന ചില മരവാണങ്ങളെയാണ് നമ്മൾ കാണിച്ചത്. അവസാനം കണ്ട വീഡിയോയിലാണ് യഥാർത്ഥ ഒരു മതപണ്ഡിതൻ എന്താണ് എന്നുള്ളത് കാണിച്ചിരുന്നത്. ഒരു അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു മകളുണ്ട്, ഉസ്താദിൻ്റെ നാട്ടുകാരി തന്നെയാണ്. ആ സ്ഥലത്ത് ഉസ്താദിനറിയാവുന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവരുടെ സഹായത്തിൽ വെച്ചു കൊടുക്കുന്നൊരു വീടാണ്. മറ്റേ ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ വേട്ടാവളിയൻ സ്വാമിയില്ലേ, എടാ നീയൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഈ മൈക്ക് കെട്ടിവെച്ചുകൊണ്ട് ഈ വർഗീയത പറയുന്ന സമയത്ത് സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ കഷ്ടത അനുഭവിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ വർഗീയതയൊക്കെ പറച്ചിൽ നിർത്തിയിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണടാ വേട്ടാവളിയന്മാരെ. നിങ്ങൾ ഈ മനുഷ്യനൊന്ന് കണ്ടുപഠിക്കുക. ഇദ്ദേഹം വലിയ എന്താ പറയുക പാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല, പ്രായം കൊണ്ടും വളരെ ചെറുപ്പമാണ് ഈ ഒരു ഉസ്താദ്. അതിൻ്റെ പക്വത പോലും ഈ പറയപ്പെടുന്ന ഒരു ഊളകൾക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കാണിച്ചത്. ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും ആ മതത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇതുപോലത്തെ മരപ്പട്ടി നാറികളെയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഓടിക്കണം. ഇവൻ്റെ ഒന്നും അടുത്ത് പോകരുത്. ഈ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു കൊച്ചിനെ കൊണ്ടുപോയി കൊടുത്ത് പണി മേടിച്ച് നമ്മൾ കണ്ടല്ലോ. അതിന് ആ സ്വാമിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവരെ കൊണ്ടുപോയ മാതാപിതാക്കളില്ലേ, അവർക്ക് വേണം 8ന്റെ പണി കൊടുക്കാൻ. ഈ ശിക്ഷ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ 2 തൂക്കിയെടുത്ത് അകത്തിടണം. കാരണം എന്തിനാണ് ഇതുപോലുള്ള ആളുകളുടെ മുമ്പിൽ ഈ സ്വന്തം മകളെ കൊണ്ടുപോയത്? അതിനൊരു നിയമം പറഞ്ഞു നമ്മുടെ നാട്ടിൽ. അതല്ലേ വേണ്ടത്? അപ്പോൾ ഈ ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അൻസാരി സൂര്യ ഉസ്താദ് ഇതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.